ഹലോ സ്റ്റുഡൻസ്, ട്രയൽ ബാലൻസ് ആൻഡ് റെക്ടിഫിക്കേഷൻ ഓഫ് എറേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ നമുക്ക് കുറച്ചൊക്കെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ചാപ്റ്റർ ആണ്. കാരണം ട്രയൽ ബാലൻസിനെ ക്വസ്റ്റൻ ഉണ്ടാവും, റെക്ടിഫിക്കേഷൻ എൻട്രി എഴുതാനുണ്ടാവും. അങ്ങനെയാണെങ്കിൽ എക്സാമിനേഷൻ സ്ഥിരമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ സാധ്യതയുള്ള അല്ലെങ്കിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്തിരിക്കേണ്ട റെക്ടിഫിക്കേഷൻ എൻട്രീസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അടിപൊളിയായിട്ട് ശ്രദ്ധിക്കുക, നോക്കിക്കോളൂ. പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം നവീൻ വർത്ത് ₹6,000 വേർ നോട്ട് റെക്കോർഡഡ്. എറേഴ്സ് ഓഫ് ഒമിഷൻ ആണ്, അതായത് തീരെ റെക്കോർഡ് ചെയ്തിട്ടില്ല, ജേർണലൈസ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ എൻട്രീസിനെ റെക്ടിഫിക്കേഷൻ നടത്താൻ വേണ്ടി സെയിം ജേർണൽ എൻട്രി പാസ് ചെയ്താൽ മതി. അതായത് പർച്ചേസസ് അക്കൗണ്ട് ഡെറ്റർ ടു നവീൻ എന്ന് പറയുന്ന സെയിം എൻട്രി പാസ് ചെയ്ത് 6,000 എന്ന് പറയുന്ന സെയിം എമൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ റെക്ടിഫിക്കേഷൻ സോൾവ് ആയി അല്ലേ? ക്ലിയർ ആയി കിടക്കുന്നു. ഇനി സംഭവിക്കാൻ സാധ്യതയുള്ളത് 6,000 റുപ്പീസിന് പർച്ചേസ് ചെയ്യുന്നു, അത് 600 എന്ന് റെക്കോർഡ് ചെയ്യുന്നു. അതായത് എമൗണ്ട് കുറഞ്ഞു പോയി, റെക്കോർഡ് ചെയ്യുമ്പോൾ കുറഞ്ഞു പോയി കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ടത് സെയിം എൻട്രി പാസ് ചെയ്യുക. അതായത് പർച്ചേസസ് അക്കൗണ്ട് ഡെറ്റർ ടു നവീൻ എന്ന് പറയുന്ന സെയിം എൻട്രി പാസ് ചെയ്യുന്നു. എത്രയാണ് മിസ്സായത്? എമൗണ്ട് കുറഞ്ഞു പോയത് 5,400 ആണ് അല്ലേ? ഡിഫറൻസ് നോക്കിയാൽ പോരെ. ആ 5,400 നമ്മൾ എന്ത് ചെയ്യാം? റെക്കോർഡ് ചെയ്യാം. ഇങ്ങനെയാണ് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ നിങ്ങൾ റെക്കോർഡ് ചെയ്യേണ്ടത്. ഇനി എമൗണ്ട് ഇൻക്രീസ് ആവുന്നു, അതായത് 6,000 എന്നുള്ളത് 660 ആക്കുന്നു. അപ്പോൾ 6,060 ആക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഓപ്പോസിറ്റ് എൻട്രി കൊടുക്കേണ്ടത് നവീൻ അക്കൗണ്ട് ഡെറ്റർ ടു പർച്ചേസസ് എന്നുള്ള ഓപ്പോസിറ്റ് എൻട്രി കൊടുക്കുന്നു. 60 റുപ്പീസ് റെക്കോർഡ് ചെയ്തു. ഇങ്ങനെയാണ് ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരികയാണ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് ഒറ്റ ക്വസ്റ്റിനകത്ത് ഇത് മൂന്നും കൂടി ഇൻക്ലൂഡ് ചെയ്തത്. ഇനി സ്ഥിരമായിട്ട് എക്സാമിന് ചോദിക്കുന്നതാണ് സാലറി പെയ്ഡ് ടു ആന്റണി ഡെബിറ്റഡ് ടു ഹിസ് പേഴ്സണൽ അക്കൗണ്ട്. നോക്കിയേ, പേഴ്സണൽ അക്കൗണ്ടിലാണ് ഡെബിറ്റ് ചെയ്തിരിക്കുന്നത്. സ്ഥിരമായിട്ട് എക്സാമിന് വരുന്നത്. നമുക്ക് കറക്റ്റ് എൻട്രി റോങ് എൻട്രി നോക്കി ചെയ്യാം. എന്താണ് കറക്റ്റ് എൻട്രി? സാലറി ആണ് അല്ലേ? സാലറി അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് ആണ് കറക്റ്റ് എൻട്രി. എമൗണ്ട് കൊടുക്കേണ്ടത് എത്രയാണ്? 5,000 ആണ്. ദിസ് ഈസ് ദ കറക്റ്റ് എൻട്രി. ആൻഡ് വാട്ട് ഈസ് ദ റോങ് എൻട്രി? ഹിസ് പേഴ്സണൽ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആരെ അക്കൗണ്ടാണ് ഡെബിറ്റ് ചെയ്തത്? ആന്റണി അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് എന്നാണ് റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആന്റണിയെ ക്യാൻസൽ ചെയ്യണം. ആന്റണിയെ 5,000 ഒരു ഡെബിറ്റ് കാണുന്നുണ്ട്. അപ്പം ആന്റണിയെ ക്യാൻസൽ ചെയ്യണമെങ്കിൽ ആന്റണിക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ക്രെഡിറ്റ് കൊടുക്കുന്നു ടു ആന്റണി. എത്രയാടാ? 5,000. ഡെബിറ്റിലേക്ക് ആരാ വരിക? ശരിക്കും വരേണ്ട സാലറിയാണ്. സാലറി അക്കൗണ്ട് ഡെറ്റർ 5,000. സോ റെക്ടിഫിക്കേഷൻ എൻട്രി സാലറി അക്കൗണ്ട് ഡെറ്റർ ടു ആന്റണി. നിങ്ങൾ എക്സാമിനേഷൻ ഹാളിൽ റെക്ടിഫിക്കേഷൻ എൻട്രീസ് മാത്രം മക്കൾ കൊടുത്താൽ മതി. സോ നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ പഠിക്കാം, സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. റെന്റ് പെയ്ഡ് ടു ലാൻഡ് ലോഡ് 6,000 ഡെബിറ്റഡ് ടു ലാൻഡ് ലോഡ്സ് അക്കൗണ്ട്. നേരത്തെ സംഭവിച്ച അതേ എറർ. എന്താ കറക്റ്റ് എൻട്രി? റെന്റ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് ആണ് കറക്റ്റ് എൻട്രി. എമൗണ്ട് 6,000. എന്താ റോങ് എൻട്രി? ലാൻഡ് ലോഡ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് ആണ് റോങ് എൻട്രി. 6,000. ക്ലിയർ അല്ലേ? എന്താ റെക്ടിഫിക്കേഷൻ ചെയ്യേണ്ടത്? ലാൻഡ് ലോഡിനെ ക്യാൻസൽ ചെയ്യണം. ടു ലാൻഡ് ലോഡ്സ് അക്കൗണ്ട് 6,000. ആരാ ഡെബിറ്റ് ചെയ്യേണ്ടത്? റെന്റ് ആണ്. റെന്റ് അക്കൗണ്ട് ഡെറ്റർ ടു ലാൻഡ് ലോഡ് അക്കൗണ്ട് ആണ് റെക്ടിഫിക്കേഷൻ എൻട്രി. ഓക്കെ. ഇനി ക്യാഷ് പെയ്ഡ് ടു അഞ്ജു റെക്കോർഡ് എസ് മഞ്ജൂസ് അക്കൗണ്ട്. പേര് മാറിപ്പോകുന്നു അല്ലേ? സെക്യൂറിലായി പോകുന്നു. ഇത്തരത്തിലുള്ള പേര് മാറിപ്പോകുന്നത് എക്സാമിന്റെ സ്ഥിരം ഏരിയ ആണ്. അതുകൊണ്ട് കറക്റ്റ് എൻട്രി നോക്കാം. ക്യാഷ് പെയ്ഡ് ടു അഞ്ജു അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് ആണ് കറക്റ്റ് എൻട്രി വരുന്നത്. എമൗണ്ട് സെയിം 7,000. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ റോങ് എൻട്രി എന്താ? അഞ്ജുവിന്റെ പേര് മാറിപ്പോയി, മഞ്ജു ആയി. മഞ്ജു അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് ആണ് റോങ് എൻട്രി. സെയിം എമൗണ്ട് ആണ്. ഓക്കെ. ഇനി റെക്ടിഫിക്കേഷൻ എൻട്രി ആരെ ഒഴിവാക്കണം? മഞ്ജുവിനെ ഒഴിവാക്കണം. ടു മഞ്ജു. ആരെ കൊണ്ടുവരണം? അഞ്ജുവിനെ കൊണ്ടുവരണം. അഞ്ജു അക്കൗണ്ട് ഡെറ്റർ ടു മഞ്ജു 7,000. ദിസ് ഈസ് ദ റെക്ടിഫിക്കേഷൻ എൻട്രി. ഇനി എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കുകയാണ് അസറ്റ് പർച്ചേസ് ചെയ്ത്. നോക്കണേ, പർച്ചേസ്ഡ് ഫർണിച്ചർ 20,000 ഡെബിറ്റ് ടു പർച്ചേസ് അക്കൗണ്ട്. ഫർണിച്ചർ പർച്ചേസ് ചെയ്യുമ്പോൾ കറക്റ്റ് എൻട്രി എന്താടാ? ഫർണിച്ചർ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് ആണ് കറക്റ്റ് എൻട്രി. 20,000 റുപ്പീസ് ആണ് റെക്കോർഡ് ചെയ്യേണ്ടത്. 20,000 റുപ്പീസ്. ദെൻ ഇത് ഡെബിറ്റ് ചെയ്ത് എവിടെയാ? പർച്ചേസ് അക്കൗണ്ടിലാ. സോ പർച്ചേസസ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് ആണ് റോങ് എൻട്രി അല്ലേ? റോങ് എൻട്രി പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് ആണ്. അപ്പോൾ റെക്ടിഫിക്കേഷൻ എന്താ കൊടുക്കുക? പർച്ചേസിന് ഒഴിവാക്കണം. ടു പർച്ചേസസ് 20,000. ആരാ ഡെബിറ്റിൽ വരേണ്ടത്? ഫർണിച്ചറാണ് വരേണ്ടത് അല്ലേ? ഫർണിച്ചർ അക്കൗണ്ട് ഡെറ്റർ 20,000. സോ ഫർണിച്ചർ അക്കൗണ്ട് ഡെറ്റർ പർച്ചേസ് ആണ് റെക്ടിഫിക്കേഷൻ എൻട്രി. നെക്സ്റ്റ് നോക്കാം. വിഡ്രോ ക്യാഷ് ഫോർ പേഴ്സണൽ യൂസ് 2,000 ഡെബിറ്റഡ് ടു സൺട്രി എക്സ്പെൻസ് അക്കൗണ്ട്. ഓക്കെ. വിഡ്രോ ക്യാഷ് ഫോർ പേഴ്സണൽ യൂസ് ആക്ച്വലി കറക്റ്റ് എൻട്രി ഡ്രോയിങ്സ് ആണ്. ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെറ്റർ
ടു ക്യാഷ് ആണ് കറക്റ്റ് എൻട്രി, ദാറ്റ് ഈസ് 2000 റൈറ്റ്. ഇനി അത് റെക്കോർഡ് ചെയ്തിരിക്കുന്നത് എവിടെയാ? സൺട്രി എക്സ്പെൻസിലാണ്. സോ സൺട്രി എക്സ്പെൻസ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് ആണ് റോങ് എൻട്രി, സെയിം എമൗണ്ട് 2000 അല്ലേ? അങ്ങനെയാണെങ്കിൽ റെക്ടിഫിക്കേഷൻ എൻട്രി എന്താ വരിക? ആര് ഒഴിവാക്കണം? സൺട്രി ഒഴിവാക്കണം. ടു സൺട്രി എക്സ്പെൻസ് ആണ്. ആര് വരണം? നമ്മുടെ ഡ്രോയിങ്സ് വരണം. ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെറ്റർ ടു സൺട്രി എക്സ്പെൻസ് 2000. ദിസ് ഈസ് ദ റെക്ടിഫിക്കേഷൻ എൻട്രി. ഓക്കെ, സോ റെക്ടിഫിക്കേഷൻ എൻട്രി ഇതാണ്. ഇങ്ങനെയുള്ള റെക്ടിഫിക്കേഷൻ എൻട്രീസ് ആണ് എക്സാമിനേഷന് കൂടുതലും ചോദിക്കാറ്. അതുകൊണ്ട് അടിപൊളിയായിരിക്കുക. റെക്ടിഫിക്കേഷൻ ഒരു മാർക്ക് പോലും നമുക്ക് നഷ്ടപ്പെടുത്താത്ത രീതിയിൽ നമ്മൾ പഠിക്കുക. ബൈ.